ഹലോ ഫ്രണ്ട്സ്, ഇത് ശിവരാത്രിയുടെ അന്നെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ഒരു ശിവൻ കോവിലിൽ പോകാനായിട്ടിരിക്കുകയാണ്. അതെല്ലാം കാണിക്കാം കേട്ടോ. അവിടെ ആനയുടെ എഴുന്നള്ളത്തൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരുക്കം മുതലെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആനയുടെ എഴുന്നള്ളത്തുണ്ടായിരുന്നു. പിന്നെ ആന ഭഗവാനെ തൊഴുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ശിവരാത്രി സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് താണ്ടേ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. പൊന്നുകുട്ടനെയൊക്കെ ആയിട്ട് ചേട്ടനൊക്കെ ആയിട്ട് കുറച്ചൊരു ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ അതെല്ലാം താണ്ടേ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോവിലിലേക്ക് പോവുകയാണ്. റബ്ബർ തോട്ടം നല്ല തളിരിലകളൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കോവിലിട്ട് പോവാം. പേരൂർ മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. പടിഞ്ഞാറ് അഭിമുഖമായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആനയുടെ ആറാട്ട് എഴുന്നള്ളത്തും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഭഗവാന് ഘോഷയാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാ വീടുകളുടെ ഫ്രണ്ടിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഭഗവാനെ അങ്ങനെ സ്വീകരിച്ച് കൊണ്ടുവരുമായിരുന്നു. ആനപ്പുറത്താണ് കേട്ടോ ഭഗവാൻ എഴുന്നള്ളുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുമായിരുന്നു, കോവിലിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് എന്താ ഘോഷയാത്രയൊക്കെ വന്നു. ആനപ്പുറത്ത് നമ്മുടെ ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഈ ആനക്കുട്ടനാണെങ്കിൽ ഇവിടെ ക്ഷേത്രത്തിൽ എപ്പോഴും ഉള്ള ആനയാണ്. ക്ഷേത്രത്തിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും കേട്ടോ ഈ ആനക്കുട്ടനെ. പടിഞ്ഞാറ് അഭിമുഖമായിട്ടാണ് മഹാദേവൻ ഇവിടെ പ്രതിഷ്ഠ. അപ്പോൾ ഇതാ ആനക്കുട്ടൻ്റെ പുറത്ത് ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിച്ച് കൊണ്ടുവരുവാണ്. നമ്മളുടെ അടുത്ത് കൂടി കേട്ടോ, തൊട്ടില്ലെന്ന് പറഞ്ഞ പോലെയാണ് ആനക്കുട്ടൻ പോയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആന കാണുന്നത്. ഭഗവാനെ കോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആന തുമ്പികയൊക്കെ പൊക്കി പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ ഇന്ന് ഇത്രയും നിറയെ ആളുകളുള്ളത് കൊണ്ട് തന്നെ 3 പാപ്പാന്മാരുണ്ടായിരുന്നു കേട്ടോ. ആനക്കുട്ടൻ അവിടെയുള്ള ആനക്കുട്ടൻ തന്നെ. അപ്പോൾ പാപ്പന്മാർക്കാണെങ്കിൽ നല്ല സ്നേഹമുള്ള പാപ്പന്മാരാണ് കേട്ടോ ആനയോട്. അങ്ങനെ ഉപദ്രവിക്കുന്നില്ല. അവൻ്റെ ശരീരത്താണെങ്കിൽ ഒരു പോറൽ പോലും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് നോക്കാൻ കാണും പറയാം. ചില ആനകളുടെ ദേഹത്താണെങ്കിൽ വലിയ വലിയ പരിക്കുകളൊക്കെ ഉണ്ടാവില്ല. ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല സ്നേഹമുള്ള പാപ്പന്മാരാണ്. അവനെ അങ്ങനെ ഒരുപാട് അങ്ങനെ ഉപദ്രവിക്കുന്ന ശരീരം നമുക്ക് കാണുമ്പോൾ അറിയാം കേട്ടോ. അത്രയും പാവം ഒരു ആനക്കുട്ടനാണത്. ഭഗവാനെ കോവിലിനുള്ളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ നമസ്കരിക്കുകയാണ് കേട്ടോ ആനക്കുട്ടൻ. അപ്പോൾ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് റോഡിലേക്ക് അങ്ങോട്ട് കുറച്ച് സമയം അവിടെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് അവൻ്റെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആനപ്പന്തലുണ്ട് കേട്ടോ, അവിടേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അതൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. അപ്പോൾ ശിവരാത്രി ദിവസത്തെ സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു ഇത്. പൊന്നുകുട്ടനാണെങ്കിൽ ആനയ്ക്ക് തൊടണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരുമൊക്കെ പഴം ശർക്കരയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ആനയ്ക്ക്. അതൊന്നും കുഴപ്പമില്ല കേട്ടോ, കൊടുക്കുന്നതിനൊന്നും ഒരു ഇതുമില്ല. പാപ്പനോട് ചോദിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഇതൊക്കെ അടുത്ത് തൊടാനൊക്കെ ഭയങ്കര പേടിയുള്ള കാരണം ഞാനതിനൊന്നും നിന്നിട്ടില്ല. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ശിവരാത്രി വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, സി യു.